ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഞാൻ ഇന്നൊരു പാസ്ത ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ പെട്ടെന്ന് തോന്നിയതാണ്. അപ്പോൾ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കി. അപ്പോൾ ഇത് വൈറ്റ് സോസ് പാസ്തയാണ്. ഇതിന് അൽഫ്രെഡോ പാസ്ത എന്നാണ് പറയുക. പാസ്ത പലതരത്തിലുണ്ട് കേട്ടോ. നമ്മളെ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ പല രീതിയിലുള്ളത് വാങ്ങാൻ പറ്റും. പിന്നെ നമ്മൾ അടുത്തുള്ള ഷോപ്സിലൊക്കെ കിട്ടുന്ന മക്രോണി അതിലായാലും ഇത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിന്ന് വെജ് പാസ്തയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പാസ്ത അതിൻ്റെ ബോയിലിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 12 minutes എന്നാണ്. ഓക്കെ, പക്ഷെ ഞാനൊരു 15 minute വെച്ചു. നല്ല തിളയ്ക്കുന്ന വെള്ളത്തിൽ ഈ പാസ്ത ഇട്ടിട്ട്, എന്നിട്ട് കുറച്ച് നേരം ഉപ്പും 1 ടീസ്പൂൺ ഓയിലും ഇട്ട് പിന്നെ ഒരു 15 minutes കഴിഞ്ഞ് ഓഫ് ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ആ പാസ്ത അവിടെ ഒട്ടിപ്പിടിക്കും. ഓക്കെ, ഇത് കാണുമ്പോൾ നല്ല രസമില്ലേ? അപ്പോൾ ഇതെനിക്ക് ആരോ കൊണ്ടു തന്നെയാണ് ഈ പാസ്ത കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി, പിന്നെ ക്യാപ്സിക്കം, മഷ്റൂമൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു പാനിൽ കുറച്ച് ബട്ടർ എടുത്തു. ആ ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ ചില്ലി ഫ്ലേക്സ് ഇട്ടു. ഞാൻ ഉണ്ടാക്കുന്ന ഈസി മെത്തേഡാണ് കേട്ടോ. ഈസി പണിയാണ് ഞാൻ ചെയ്യുക. അപ്പോൾ ഇതിട്ട് ഒന്ന് ചെറിയ ഫ്ലെയിമിൽ വേണം വെക്കാൻ. അതൊന്ന് റെഡിയായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറുതായി മുറിച്ച് വെച്ച് വെളുത്തുള്ളിയും കൂടി ചേർക്കാം. ഓക്കെ, നിങ്ങളടുത്ത് വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. പിന്നെ അതൊന്ന് വെളുത്തുള്ളി ഒന്ന് അതിൻ്റെ റോ സ്മെല്ലൊന്ന് മാറി വരുന്നവരെ കുക്ക് ചെയ്യാം. എന്നിട്ട് ഞാനിവിടെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. നിങ്ങളടുത്ത് എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ട് അതൊക്കെ ചേർക്കാം കേട്ടോ. പക്ഷേ ചെറുതായി മുറിക്കണം എന്നേ ഉള്ളൂ. എന്നിട്ട് ഈ വെജിറ്റബിൾസൊക്കെ ഇടാം. ഞാൻ ക്യാപ്സിക്കം പിന്നെ മഷ്റൂമാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ഇത് 3 കളറുള്ള ക്യാപ്സിക്കം ഉണ്ട്. നിങ്ങൾക്ക് ഏതൊക്കെ അവൈലബിൾ ആണോ അതൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇതൊന്ന് ആയി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച മഷ്റൂം ഞാൻ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മഷ്റൂം കുറച്ച് നേരം അങ്ങനെ അതും കൂടി ചേർത്തു. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് ഉപ്പാണ്. ഇത് ഇനി നമുക്ക് കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെക്കണം. ഈ വെജിറ്റബിൾസ് നമ്മൾ ഇങ്ങനത്തെ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോഴല്ലോ ആവശ്യമുള്ള സമയത്ത് ഹൈ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാൻ. അപ്പോൾ ഇത് കുറച്ച് ഒരു 2 minute നേരം ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ ഏകദേശം റെഡിയാവും ഈ വെജിറ്റബിൾസ്. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്തു ആവശ്യത്തിന്. ബട്ടറിൽ ഓൾറെഡി ഉപ്പുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ചേർത്തത് ക്രീമാണ്. സാധാരണ ആൾക്കാർ മൈദയും മിൽക്കുമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാനിന്ന് ഈസി പണിക്ക് വേണ്ടിയിട്ട് ക്രീം യൂസ് ചെയ്തു. അമൂലിൻ്റെ ക്രീമാണ് ഞാൻ യൂസ് ചെയ്തത് കേട്ടോ. അങ്ങനെ ഫ്രഷ് ക്രീമും ഇട്ട് ഞാൻ ഇതൊന്ന് തിളയ്ക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പാലും കൂടി ചേർത്തു. ഓൾറെഡി ചൂടായ പാലുണ്ടായിരുന്നു, അപ്പോൾ അത് ചേർത്തു. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ചീസ് ബ്രെഡ് ചേർത്തു കേട്ടോ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി വീഡിയോയിൽ വന്നില്ല. അതൊന്ന് റെഡി ആയിട്ട് വരുമ്പോൾ നമുക്കിനി ഈ പാസ്ത അതിലേക്ക് ചേർക്കണം. ഈ പാസ്ത കണ്ടോ റെഡി ആയിട്ടുണ്ട്. ഇത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ നമ്മൾ ഈ കൊലാൻഡറിൽ വെച്ച സമയത്തും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഈ പാസ്ത അതിലേക്ക് ചേർക്കാം. കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് കേട്ടോ ഈ വൈറ്റ് സോസ് പാസ്ത. വേറെ എന്തെങ്കിലും സ്പൈസി ടൈപ്പൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ കുട്ടികൾക്കും വലിയ ഇഷ്ടമാവാറില്ല. അപ്പോൾ ഇതൊക്കെ എനിക്കും എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചിക്കൻ ഇട്ടിട്ടും ഉണ്ടാക്കാറുണ്ട്. ആ ചിക്കൻ ചേർക്കുമ്പോൾ നമ്മൾ ചിക്കൻ കുറച്ച് കുരുമുളകും ഉപ്പും ഒക്കെ ഇട്ട് വേവിച്ച് വെച്ച ശേഷം ഷ്രെഡ് ചെയ്ത് മാറ്റി വെക്കും. എന്നിട്ട് ഈ ഒരു പാസ്ത ഒക്കെ ചേർത്ത ശേഷം ആ സ്റ്റേജിലാണ് അതിൻ്റെ കൂടെ തന്നെ ചിക്കനും കൂടി ചേർക്കുക. എന്നിട്ട് കുറച്ച് പെപ്പർ പൗഡർ, പിന്നെ ഇത് കുറച്ച് മിക്സ്ഡ് ഹെർബ്സ് ആണ് കേട്ടോ. അത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാണ്. മിക്സ്ഡ് ഹെർബ്സ് എന്ന് പറഞ്ഞിട്ട് പാക്കറ്റിൽ ബോട്ടിൽസിലൊക്കെ കിട്ടാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഒറിഗാനോ ചേർക്കുക. എന്തൊക്കെയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതൊക്കെ ചേർക്കാം കേട്ടോ.
ഒരിക്കലും ഇത് താഴെ തട്ടരുത് കേട്ടോ. നമ്മൾ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യണം. ഓരോ ഘട്ടത്തിലും നമ്മൾ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യണം. പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ്. ഇനി നമ്മൾ എന്തെങ്കിലും എരിവോ ഉപ്പോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ചൂടോടെ കഴിക്കണം. പിന്നെ ഞാനിതിൽ യൂസ് ചെയ്ത ചീസ് ഞാൻ പറഞ്ഞില്ലേ, ചീസ് സ്പ്രെഡ് യൂസ് ചെയ്തിരുന്നു. ഇതിനകത്ത് വേറെ ചീസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചീസ് സ്പ്രെഡാണ് യൂസ് ചെയ്തത്. പല രീതിയിലുള്ള പല ടൈപ്പുള്ള ചീസ് ഉണ്ട്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.